ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ് ഹോണ്ട ഹോണറ്റ് വണ്ടി നമ്മൾ വർക്കിന് കയറ്റിയിട്ടുണ്ട്. നമുക്ക് വണ്ടി ഇപ്പോൾ വർക്കിന് കയറിയ കിലോമീറ്റർ എന്ന് വെച്ചാൽ 46,180 കിലോമീറ്ററിലാണ് വർക്കിന് കയറിയാണ്. അപ്പോൾ നമുക്ക് അതിൻ്റെ കംപ്ലയിൻസിൽ പറഞ്ഞത് സെൽഫ് സ്വിച്ച് ലൂസ് കോണ്ടാക്റ്റ് ഉണ്ട്. അപ്പോൾ അതൊന്ന് ക്ലിയർ ചെയ്യണം. അതേപോലെ തന്നെ സ്ലോ സ്പീഡിൽ വണ്ടി ചെറിയൊരു വേരിയേഷൻ കാണിക്കുന്നുണ്ട്. അതായത് കയറി ഇറങ്ങി വർക്ക് ചെയ്യാം. ചോക്കിൻ്റെ കേബിൾ കംപ്ലയിൻ്റ് ഉണ്ട്. ജനറൽ സർവീസ് പറഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ എഞ്ചിൻ ഓയിൽ ചെക്കപ്പ് മാത്രം ചെയ്താൽ മതി എന്നാണ് പറഞ്ഞത്. വാട്ടർ സർവീസ് വേണ്ട. ഇത്രയും കേസാണ് പറഞ്ഞേക്കണം അവർക്ക് കേട്ടോ. അപ്പോൾ നമ്മൾ വണ്ടി ഓടിച്ചു നോക്കി വർക്കിന് കയറ്റിയിട്ടുണ്ട്. നമുക്കതിൻ്റെ ഐഡലിങ് ക്ലിയർ ആയിട്ട് നിൽക്കാത്തതിൻ്റെ പ്രോബ്ലം കാർബറേറ്ററുമായി ബന്ധപ്പെട്ട പ്രശ്നമാണ്. അതിൻ്റെ അകത്ത് തന്നെ നമുക്ക് ഈ ചോക്കിൻ്റെ കേബിൾ ഇവിടെ പൊട്ടിയേക്കണത് കൊണ്ട് ചോക്ക് ഒരല്പം ഓപ്പണായിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ ആദ്യം ചോക്ക് കേബിൾ മാറ്റി റീസെറ്റ് ചെയ്തതിന് ശേഷം ഐഡലിങ് ക്ലിയർ ആവണില്ല എന്നുണ്ടെങ്കിൽ കാർബറേറ്റർ ഫുള്ളായിട്ട് അഴിച്ച് ക്ലീൻ ചെയ്യേണ്ടി വരും കേട്ടോ. അപ്പോൾ ഞാൻ ഫസ്റ്റ് ഇപ്പം നമ്മൾ ഇടുന്ന എസ്റ്റിമേറ്റിനകത്ത് കാർബറേറ്റർ ക്ലീനിങ് ഒന്നും ഉൾപ്പെടുത്തുന്നില്ല. ചോക്ക് കേബിൾ മാറ്റി ചെയ്യുന്ന രീതിയിലുള്ള എസ്റ്റിമേറ്റാണ് ഉൾപ്പെടുത്തുന്നത് കേട്ടോ. പിന്നെ എഞ്ചിൻ ഓയിൽ നമ്മൾ ചെക്ക് ചെയ്തു. ഓയിൽ നമുക്ക് ഇതിനകത്ത് ഒരല്പം ലെവൽ കുറവ് കാണുന്നുണ്ട്. ലെവൽ മിനിമത്തിലാണ് നിൽക്കണേ. അത് മാക്സിമം ലെവലിലേക്ക് ആക്കണം. അപ്പോൾ അത് നമുക്ക് ടോപ്പ് അപ്പ് ചെയ്യേണ്ടതായിട്ട് വരും. പിന്നെ അതേപോലെ തന്നെ സ്പാർക്ക് പ്ലഗ് ഒന്ന് അഴിച്ച് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്യുന്നുണ്ട്. അത്യാവശ്യം കുറച്ച് കാർബൺ കാണുന്നുണ്ട്. അത് എനിക്കാണോ ഫയറിങ് കറക്റ്റ് അല്ലാത്തത് കൊണ്ടായിരിക്കാം. അതൊന്ന് ക്ലീൻ ചെയ്ത് റീസെറ്റ് ആകാം. പിന്നെ അതിൻ്റെ ബാക്ക് ബ്രേക്കിൻ്റെ ഭാഗം ചെക്ക് ചെയ്യാൻ വേണ്ടി അയക്കുന്ന സമയത്ത് ബ്രേക്ക് ലൈനറൊക്കെ മാക്സിമം തീർന്ന് കിടക്കണുണ്ടോ. കമ്പനി ലൈനർ തന്നെയാണ്, പക്ഷേ പരമാവധി ഉപയോഗിച്ച് തീർന്നുണ്ട്. അപ്പോൾ ലൈനർ മാറ്റിയിട്ടതിന് ശേഷം ബ്രേക്ക് ക്യാമൊക്കെ ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്തിടാം. പിന്നെ ബാക്കിലത്തെ ടയർ ഏറെക്കുറെ അതിൻ്റെ ലൈഫ് ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒന്ന് ശ്രദ്ധിച്ചോളാം ഓടിക്കുന്ന സമയത്ത്. ഹബിനകത്തും ചെറിയൊരു സ്ക്രാച്ചസ് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് ഹബിൻ്റെ ഉള്ളിൽ. തൽക്കാലം നമുക്ക് സാൻഡ് പേപ്പറൊക്കെ ഉപയോഗിച്ച് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്യാം. പിന്നെ ചെയിൻ ശരിക്കും ഡ്രൈ ആയി പോയേക്കണം. അപ്പോൾ ചെയിൻ ശരിക്കും ലൂബ്രിക്കേഷൻ ചെയ്യേണ്ട ടൈമാണ്, പക്ഷേ അതൊന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ എസ്റ്റിമേറ്റിനകത്ത് ചെയിൻ ലൂബ് ഞാൻ ഉൾപ്പെടുത്തുന്നുണ്ട്. വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങൾ പെർമിഷൻ തന്നിട്ടാണ് എന്തെങ്കിലും ചെയ്യുള്ളൂ കേട്ടോ. ബാറ്ററി നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ ബാറ്ററി എക്സൈഡിൻ്റെ ബാറ്ററിയാണ് വണ്ടിയിൽ ഇരിക്കുന്ന ബാറ്ററി കേട്ടോ. ഞാൻ അതിൻ്റെ വോൾട്ട് കാര്യങ്ങളൊക്കെ നോക്കി 12.97 വരെ കാണിക്കുന്നുണ്ട്. ലോഡ് കൊടുക്കുമ്പോൾ 9.15 ആ റേഞ്ചിലേക്ക് വരുന്നുണ്ട്. അപ്പോൾ നിലവിൽ ബാറ്ററിയുടെ ഭാഗത്ത് കുഴപ്പമൊന്നുമില്ല. പിന്നെ എയർ ഫിൽറ്റർ നമുക്ക് ക്ലീൻ ചെയ്യാൻ വേണ്ടി അയച്ചാണ്. അതുമ്പോൾ കിടക്കുന്നത് പുതിയ ഫിൽറ്ററാണ്, പക്ഷേ ഒറിജിനലൊന്നുമല്ല, ഡ്യൂപ്ലിക്കേറ്റ് ഫിൽറ്ററാണ് കേട്ടോ. തൽക്കാലം എയർ അടിച്ചൊന്ന് ക്ലീനാക്കി റീസെറ്റ് ചെയ്യാം. പിന്നെ ഈ പറഞ്ഞ പോലെ ചോക്ക് കേബിളിൻ്റെ കേസ് ഞാൻ പറഞ്ഞു. ചോക്ക് കേബിളോട് ഒടിഞ്ഞിരിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരല്പം ചോക്ക് ഓപ്പൺ ആയിട്ട് നിൽക്കും. അതുകൊണ്ട് വേരിയേഷൻ വരും. അപ്പോൾ സ്ലോ സ്പീഡ് നമ്മളിപ്പോൾ ചോക്ക് കേബിളൊക്കെ മാറ്റി സെറ്റ് ചെയ്തതിന് ശേഷം സ്ലോ സ്പീഡ് ക്ലിയർ ആയിട്ട് നിൽക്കണില്ല എന്നുണ്ടെങ്കിൽ കാർബറേറ്ററും കൂടി നമ്മൾ അഴിച്ച് ക്ലീൻ ചെയ്യേണ്ടതായിട്ട് വരും. കാർബറേറ്റർ അഴിച്ച് ക്ലീൻ ചെയ്ത് നോക്കേണ്ടതായിട്ട് വരും കേട്ടോ. പിന്നെ അതേപോലെ ഫ്രണ്ടിലേക്ക് വരുമ്പോൾ ഫ്രണ്ട് ബ്രേക്കിൻ്റെ ഭാഗം നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചാണ്. ബ്രേക്ക് പാഡൊക്കെ ഫുള്ള് തീർന്നാണ് നിൽക്കണം കേട്ടോ. അപ്പോൾ എസ്റ്റിമേറ്റിനകത്ത് ബ്രേക്കിൻ്റെ പാഡ് സെറ്റും കൂടി ഞാൻ ഉൾപ്പെടുത്തുന്നുണ്ട്. ഡീറ്റെയിൽസ് വാട്സാപ്പിലേക്ക് ഇടാം. വീഡിയോ കണ്ടതിന് ശേഷം നോക്കിയിട്ടൊന്ന് റിപ്ലൈ ചെയ്യണം. കാരണം റിപ്ലൈ കിട്ടിയിട്ട് നമുക്ക് അതനുസരിച്ചിട്ട് വേണം നമുക്ക് ചെയ്യാനായിട്ട് കേട്ടോ. അപ്പോൾ അതിനകത്ത് കാർബറേറ്റർ ക്ലീനിങ് ഒഴിവാക്കി ബാക്കിയത്തെയാണ് ചെയ്യണേ. എന്തെങ്കിലും കാർബറേറ്ററുമായി ബന്ധപ്പെട്ട് കംപ്ലയിൻറ്റ് ഉണ്ടെങ്കിൽ നമുക്കത് ബാക്കിയത്തെ വർക്ക് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം ടെസ്റ്റ് ഡ്രൈവ് നടത്തിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് അപ്ഡേറ്റ് ചെയ്യും. ഓക്കെ.